അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാൻ പ്രകീർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹാ അയ്യമാ ശമിഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പ് തന്നെ അത്ഭുതങ്ങൾ പ്രകടമായിരുന്നു. പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ വെളിവാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയായ ആമിന ബീവിയുടെ ഉദരത്തിലിരിക്കെ പ്രവാചകന്മാരും മഹത് വ്യക്തിത്വങ്ങളും വന്നുകൊണ്ട് സ്വപ്നത്തിൽ വന്ന് പറയുമായിരുന്നു, ഇത് ലോക നേതാവാണ്, ഇത് സയ്യിദുൽ മുർസലീനാണ്, അന്ത്യപ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെക്കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേലാകർമ്മം കഴിഞ്ഞവരായിട്ടാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകിയ ഉമ്മ പറയുന്നത്, ഒരാളും ജന്മം നൽകാത്ത രീതിയിൽ യാതൊരു വേദനകളും കൂടാതെയാണ് ഞാൻ ജന്മം നൽകിയത് എന്ന് പറയാൻ കഴിയും. പാലൂട്ടി വളർത്തിയ ഹലീമ ബീവിക്ക് പറയാനുണ്ട് ഒരുപാട് അത്ഭുത കഥകൾ. തണലായ മരണം വരെ തണലേകിയ അബൂ താലിബിനും കുടുംബത്തിനും പറയാനുണ്ട് ഒരുപാട് അത്ഭുത കഥകൾ. ആ അത്ഭുത ബാലൻ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്കൃഷ്ട സ്വഭാവത്തിനുടമയായിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ വിശ്വസ്തനായി, മക്കയിലെ സത്യസന്ധനായി വളർന്നു. മക്കക്കാർ ഒരേ സ്വരത്തെ വിളിച്ചു അസ്സാദിഖുൽ അമീൻ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഞാൻ ചുരുക്കത്തിൽ പറയുന്നു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40ാമത്തെ വയസ്സിൽ അൻസലല്ലാഹു അലൈഹിൽ വഹ്യ ഫീ ഗാരി ഹിറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാം വയസ്സിൽ വഹ്യ ഇറക്കി പ്രവാചകത്വം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിപ്പ് നൽകി, ഏക ഇലാഹായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അതിൽ യാതൊരു വ്യക്തിയും ആരെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന സന്ദേശത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ മുശ്രിക്കീങ്ങളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത്രയും കാലം വിശ്വസ്തൻ എന്ന് പറഞ്ഞ, അത്രയും കാലം വിശ്വസ്തനും അസ്സാദിഖുൽ അമീൻ എന്ന് പറഞ്ഞ നാട്ടുകാർ പിന്നീട് പറയാൻ തുടങ്ങി, മുഹമ്മദിന് ഭ്രാന്താണോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ അക്രമം അതൊരിക്കലും പ്രവൃത്തികൾ കൊണ്ടല്ല, അത് അവഗണനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട്ടുകാർ, സ്വന്തം ആളുകൾ അവഗണിക്കാൻ തുടങ്ങി. പ്രയാസങ്ങളുടെയും പരിവട്ടങ്ങളുടെയും ദിക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ പോയി അല്ലാഹുവിനോട് ധ്യാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ ശരീഫിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ കഅബാലയത്തിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ മുശ്രിക്കീങ്ങളുണ്ടവിടെ, ശത്രുക്കളുണ്ടവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വന്നുകൊണ്ട് അല്ലാഹുവിന് സുജൂദ് ചെയ്തു. അല്ലാഹുവിന് സുജൂദ് ചെയ്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായിരിക്കെ അക്കൂട്ടിൽ നിന്നുള്ള ഒരു മനുഷ്യൻ ഉഖബത്ത് ഇബ്നു അബീ സമൂഹത്തിലെ തന്നെ ഏറ്റവും പരാജിതനായ വ്യക്തി എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലിരിക്കെ ആ പുണ്യമാക്കപ്പെട്ട ശരീരത്തിൽ വന്നുകൊണ്ട് സലാജസൂർ, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല എടുത്തു വന്നുകൊണ്ട് ആ തിരു ശരീരത്തിലിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണിത്? വലിയ പ്രസിദ്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന കവിതകളിലൂടെ അവതരിപ്പിച്ച അല്ലാമ ഇഖ്ബാൽ പറയുന്നത് ഇങ്ങനെയാണ്:
खुदा जाने मक्का में मुस्तफ़ा क्या है, खुदा जाने मक्का में मुस्तफ़ा क्या है. മുസ്തഫാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം എന്തെന്നറിയുന്നവൻ അത് അല്ലാഹു മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുക്കി വെച്ച സൗകര്യങ്ങളെയും സ്വർഗ്ഗത്തിലെ സൗകര്യങ്ങളെയും അല്ലാഹുവിന് മാത്രമാണ് അറിയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഈ ദീനുൽ ഇസ്ലാമിന് വേണ്ടി, നമുക്ക് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ഹൽ അതാ അലൈക യൗമൻ കാന അശദ്ദ മിൻ യൗമി ഉഹദ്. നബിയേ, അങ്ങേക്ക് ഉഹദിൽ ഉണ്ടായതിനേക്കാളും തങ്ങളെ വിഷമിപ്പിച്ച, തങ്ങൾക്ക് പ്രയാസം നൽകിയ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവിയുടെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടത് ഉഹദിനേക്കാളും പ്രയാസമുണ്ടാക്കിയ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. എന്താണ് ഉഹദിൽ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം മലയുടെ മുകളിൽ നിന്നിരുന്ന ആളുകൾ ഒരു നിമിഷത്തേക്ക് താഴേക്ക് ഇറങ്ങി വന്നപ്പോ പിന്നിലൂടെ ശത്രു സൈന്യം ഖാലിദ് ഇബ്നു വലീദ്, പിന്നീട് മുസ്ലിമായ റളിയല്ലാഹു അൻഹു തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പറ്റം ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിലും പിൻപിലും സ്വഹാബത്തുകൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹും അബൂ തൽഹ റളിയല്ലാഹു അൻഹും നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, അങ്ങേ അനങ്ങി പോകരുത് നബിയേ. നഹരി ദൂന നഹരിക് സദ്രി ദൂന സദ്രിക് നഹരി ദൂന നഹരിക്. നബിയേ, അങ്ങയുടെ കഴുത്തിലേക്കുള്ള അമ്പുകൾ അത് എൻ്റെ കഴുത്തിലേക്കാണ്. സദ്രി ദൂന സദ്രിക്, അങ്ങയുടെ നെഞ്ചിലേക്കുള്ള അമ്പുകൾ അത് എൻ്റെ നെഞ്ചിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ച, അവിടുത്തെ സ്വഹാബത്ത് സഹിച്ച വേദനകൾ വളരെയേറെയാണ്. 70 അമ്പുകൾ ആ യുദ്ധഭൂമിയിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഷഹീദാവുകയാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അബ്ലൗ ബലാഅൻ ഹസന, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് അവർ ഈ ദീനിന് വേണ്ടി ത്യാഗം വഹിച്ചത്. ഞാൻ ചുരുക്കി പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ, അതെ, ഉഹദിനേക്കാളും എന്നെ വിഷമിപ്പിച്ച മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ത്വായിഫിലേക്ക് പോയപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ത്വായിഫിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫലം യുജിബ്നി ഇലാ മാ അറദ്തു, ഞാൻ എന്നെ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയുടെ നാട്ടിലേക്ക് പോയി. അപ്പോൾ അവര് എനിക്ക് ഉത്തരം നൽകിയില്ല. ഫന്തലഖതു വഅന മഹ്മൂമുൻ അലാ വജ്ഹി, വിഷമിച്ച മുഖവുമായി ഞാൻ നടന്നു. എനിക്കവർ സമ്മതം നൽകിയില്ല, എന്നെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, എന്നെ അവർ കുട്ടികളെ കൊണ്ട് കല്ലെടുത്തെറിഞ്ഞു. ബോധം പോകുന്നത് വരെ എന്നെ അവർ കുട്ടികൾ കൊണ്ട് കല്ലെടുത്തെറിഞ്ഞു. അങ്ങനെ ഞാൻ ഖർനുസ്സാലിബിലെത്തിയപ്പോൾ എന്റെ ശരീരത്തിൽ നിന്ന് മുഴുവനും രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘങ്ങൾക്കിടയിലൂടെ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഫഇദാ ഫീഹി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, എന്തേ വന്ന് ജിബ്രീലേ നീ വന്നത് എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറഞ്ഞു, നബിയേ, അങ്ങയോട് ഇവർ ചെയ്തതൊക്കെ അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്. അങ്ങ് സമ്മതം നൽകണം. ഈ ത്വായിഫിന്റെ ഈ ഭൂമിയെ 2 മലകൾക്കിടയിലിട്ട്, 2 മലകളുടെ ഇടയിലിട്ട് ചാരമാക്കാൻ ഞാൻ അങ്ങയുടെ കൽപ്പനയ്ക്ക് കാത്തിരിക്കുകയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ തിരുഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരു നായകനും പറയാൻ കഴിയാത്ത ആ മറുപടി അല്ലാമ ഇഖ്ബാൽ വിശേഷിപ്പിക്കുന്നു. ഖുവത്തെ ഇശ്ഖ് സേ ഹർ ഫിസ്ത് കോ बना कर दे, दहर में इस्म मोहम्मद से उजाला कर दे. कुव्वते
ഇഷ്ക് തേ ഹർ ഫിസ്കത്ത് ഹോ ബാനാ കർ ദേ. സ്നേഹം കൊണ്ട് താഴ്ന്നതിനെ മുഴുവൻ നിങ്ങൾ ഉയർത്തുക. ദഹർ മേ ഇസ് മുഹമ്മദ് സേ ഉജാലാ കർ ദേ. ഈ പ്രപഞ്ചത്തെ മുഴുവനും മുഹമ്മദിന്റെ പേരുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ പ്രകാശിപ്പിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തായി, കരുണയായി, സ്നേഹം പഠിപ്പിക്കാൻ വന്ന പ്രവാചകനാണ്. ആ പ്രവാചകൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ബൽ അർജു അൻ യഖ്റുജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ വഹദഹു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ജിബ്രീലേ, വേണ്ട. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു, അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി വരുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു, വേണ്ട ജിബ്രീലേ, അവർക്ക് പുറത്തു കൊടുക്കാം ഞാൻ. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ പറയുന്നത്? ഈ നമ്മൾ കാണുന്ന എല്ലാ സർവ്വ പ്രപഞ്ചത്തിനെയും സൃഷ്ടിക്കാൻ കാരണക്കാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബീവി ഒരിക്കൽ പറയുന്നുണ്ട്, സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലോക നേതാവ് പ്രിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടിലിൽ അടുപ്പിൽ തീ കത്തിയിട്ട് ദിവസങ്ങളോളമായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അടുപ്പ് കത്തിയിട്ട് പാചകം ചെയ്തിട്ട് ദിവസങ്ങളോളമായി. വറാവദത്തുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹാ അയ്യമാ ശമമി. പർവ്വതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ സ്വർണ്ണ കൂമ്പാരങ്ങളായി മാറട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷ്യം ദുനിയാവായിരുന്നില്ല. നബി തങ്ങൾക്ക് ബോധമുണ്ടായിരുന്നു, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു നബി തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് എന്തെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വ്യക്തമായ ബോധമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ, അവിടുത്തെ കീർത്തനങ്ങൾ കീർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എത്ര പറഞ്ഞാലും തീരുകയില്ല. അവിടുന്ന് ഹുനൈൻ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാമ ഇഖ്ബാൽ എഴുതുന്നുണ്ട്, ഹർ ഹേ ബദ്കാർ ഹേ रूबे हुए जिन्नत में है मगर तेरे महबूब की मिल्लत है हार है ഞാൻ പാപിയാണ് ബദ്കാർ ഹേ ഞങ്ങൾ നാശത്തിലേക്ക് വഴിതിരിഞ്ഞവരാണ്. റൂബേ ഹുവേ സിന്നത്ത് മേ ഹേ അപമാനത്തിൽ പതിച്ചവരാണ്. മഗർ തെരേ മെഹബൂബ് കീ മില്ലത്ത് ഹേ പക്ഷെ അല്ലാഹുവേ, നിന്റെ മെഹബൂബായ നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നമ്മെ ഉൾപ്പെടുത്തി എന്നതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. നാളെ മഹ്ശറാവൻ സഭയിൽ അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻ ضاعيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ചുട്ടുകൊള്ളുന്ന മഹ്ശറാവൻ സഭയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ തല കുനിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയും, ഇർഫഅ റഅസക യാ മുഹമ്മദ്. മുഹമ്മദ് നബിയെ, നിങ്ങൾ തല ഉയർത്തണം. എന്താണ് നിങ്ങളുടെ വിഷമമെന്ന് എന്നോട് പറയണം എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്തുൽ ഉദമ നടത്തുകയാണ്. അല്ലാഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, അല്ലാഹ്
എത്ര നേരമായി ഈ ചുട്ടുപൊള്ളുന്ന മഹ്ശറയിൽ വിചാരണയും കാത്ത് ഇവിടെ എന്റെ ഉമ്മത്ത് നിൽക്കുന്നു. അവരെ എത്രയും പെട്ടെന്ന് വിചാരണ ചെയ്ത് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ നേതാവാണ്, മറ്റൊരു നബിക്കും ഇല്ലാത്ത ഒരു അനുകൂല്യം, ഒരു പ്രത്യേകത നമ്മുടെ നേതാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം പറ്റുമ്പോഴേക്ക് നൊന്തുപോകുന്ന റസൂൽ. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, നിങ്ങളുടെ കാര്യത്തിൽ വലിയ മോഹവും ജിജ്ഞാസയുമുള്ള റസൂൽ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് കരുണയും അലിവുമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിയുടെ ഉമ്മത്തിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടു എന്നതാണ് അല്ലാഹു നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ കരുണ. അതുകൊണ്ട് ആ നബിയുടെ ശഫാഅത്തുൽ ഉദമ ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവിടുത്തെ മദ്ഹ് വേണ്ടുവോളം പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.